രണ്ടക്കം പോയിട്ട് രണ്ട് സംഖ്യ കടക്കുവാൻ സാധ്യതയില്ല. ജയിച്ചാൽ സുരേഷ് ഗോപി ജയിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് BJPക്കാരുടെ സ്ഥിരം തള്ളലായി കൂട്ടിയാൽ മതി. തള്ളിലൊന്നും നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇലക്ഷന്റെ സമയത്ത് അവരുണ്ടാക്കുന്ന തള്ള ഹൈപ്പ്. പക്ഷെ കേരളത്തിൽ ഇത്ര തള്ളുകൊണ്ട് കാര്യമില്ല എന്നുള്ള അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ സുരേഷ് ഗോപിനെ ഫോക്കസ് ചെയ്താൽ ചിലപ്പോൾ അയാൾ ജയിക്കാൻ മതി. ചിലപ്പോൾ അവർ മറയ്ക്കും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി. കാരണം അവരെ ആവശ്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കുക എന്നാണ്. കോൺഗ്രസ് ആണ് മെയിൻ ശത്രു അവർക്ക്. CPM ഒന്നും അവർക്ക് ദേശീയ തലത്തിൽ മെയിൻ ശത്രുവല്ല. അപ്പൊ കോൺഗ്രസിനെ ഡിമോറലൈസ് ചെയ്യുന്ന സീറ്റ് 20 സീറ്റ് താഴെയാക്കണം. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യത കേരളത്തിൽ. മോഡി ഇടയ്ക്ക് അങ്ങനെ ബടായൊക്കെ അടിക്കും. ഇങ്ങനെ ഉത്തരേന്ത്യയുടെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. രണ്ടക്കം പോയിട്ട് രണ്ട് സംഖ്യ കടക്കുവാൻ സാധ്യതയില്ല. ജയിച്ചാൽ സുരേഷ് ഗോപി ജയിക്കും, അത്രേ ഉള്ളൂ. അത് മൂപ്പരെ സ്ഥിരം എന്താ പറയാ, മേരെ പ്യാരെ ദേശവേസി എന്നുള്ള ഹാങ് ഓവർ മൂപ്പരങ്ങ് പറഞ്ഞതാണ്. അങ്ങനെ അന്തർധാരയൊന്നും ഇല്ല. പക്ഷേ BJP ടാക്ടിക്കലായി വോട്ട് ചെയ്യും. കോൺഗ്രസിന്റെ വോട്ട് വയ്ക്കാൻ വേണ്ടി. CPM അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവർ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ സീറ്റ് ഡൽഹി ദേശീയ തലത്തിൽ 20% ആക്കി കുറയ്ക്കാൻ വേണ്ടി, 20 താഴെയായി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. CPM ഒരു 10 മാറുകയും CPM കോൺഗ്രസ് തമ്മിൽ വലിയ വ്യത്യാസം വരില്ല. അപ്പൊ കോൺഗ്രസിനെ ഫർദർ ഡിമോറലൈസ് ചെയ്യും. അങ്ങനെ പ്ലാനൊക്കെ BJPക്ക് ഉണ്ടാവും. CPM അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അന്തർധാരയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവർ വോട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യും? നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ബൂത്ത് പോയിരിക്കാൻ പറ്റും? അതൊന്നും പറ്റില്ലല്ലോ. പിന്നെ എല്ലാ സമയം വരുമ്പോൾ പ്രധാനമന്ത്രി കുറ്റം പറയണമെന്നില്ലല്ലോ. അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇടയ്ക്കൊക്കെ പറഞ്ഞാൽ പോലെ ഇത് പിന്നെ ഈ വഴിപാടൊന്നല്ലല്ലോ. വരുമ്പൊക്കെ പ്രധാനമന്ത്രിക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. ചിലപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയും. അതൊന്നും നോക്കി നമ്മളങ്ങനെ ചൈൽഡിഷ് ആയിരുന്നു. നിങ്ങൾ പത്രക്കാർക്ക് ഇത്തരം ന്യൂസൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ അതിലേക്ക് പിടിക്കാത്തത്. സുരേന്ദ്രൻ കഴിഞ്ഞ അവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 35 സീറ്റിന്റെ കേരളം പിടിക്കും. 30 സീറ്റിൽ 3 സീറ്റ് ഇട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അത് BJPക്കാരുടെ സ്ഥിരം തള്ളലായി കൂട്ടിയാൽ മതി. തള്ളിലൊന്നും നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇലക്ഷന്റെ സമയത്ത് അവരുണ്ടാക്കുന്ന തള്ള ഹൈപ്പ്. പക്ഷെ കേരളത്തിൽ ഇത്ര തള്ളുകൊണ്ട് കാര്യമില്ല എന്നുള്ള അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ സുരേഷ് ഗോപിനെ ഫോക്കസ് ചെയ്താൽ ചിലപ്പോൾ അയാൾ ജയിക്കാൻ മതി. ആദ്യം ഈ RSS എന്നൊക്കെ പറഞ്ഞു തരുന്ന RSS ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്തവരുടെ ചില ഫേസ്ബുക്ക് ബുദ്ധിജീവികളൊക്കെ ഉണ്ട്. അവർ മിണ്ടാതെ ഇന്ന് അത്രയും നല്ലതാണ്. വെറുതെ ക്രിസ്ത്യാനികളെ പണക്കാതിരുന്നത് അല്ല. അത് ഊഹാപോഹം എന്നൊക്കെ പുകയാണ്. CPM അതിന്റെ ആവശ്യമില്ല. BJPക്ക് ചിലപ്പോൾ ഉണ്ടാവും. സഹായിക്കാന്നല്ല, ഈ വോട്ട് ചിലപ്പോൾ അവർ മറയ്ക്കും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി. കാരണം അവരെ ആവശ്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കുക എന്നാണ്. കോൺഗ്രസ് ആണ് മെയിൻ ശത്രു അവർക്ക്. CPM ഒന്നും അവർക്ക് ദേശീയ തലത്തിൽ മെയിൻ ശത്രുവല്ല. അപ്പൊ കോൺഗ്രസിനെ ഡിമോറലൈസ് ചെയ്യുന്ന സീറ്റ് 20 സീറ്റ് താഴെയാക്കണം. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യത കേരളത്തിൽ BJPയും കോൺഗ്രസുമായിട്ട് മത്സരമില്ല. ആ പടം തൃശ്ശൂരേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? CPM ആണ് മത്സരം. അപ്പൊ CPM അവർ വോട്ട് വാങ്ങിയാൽ CPM കുഴപ്പമില്ല. പിണറായി വിജയൻ നാളെ VMS ഉണ്ട്, അവരെ RSSന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ നാളെ വന്ന് ഞങ്ങൾ വോട്ട് വേണ്ടെന്ന് ഇവർ ചെയ്യും. എന്ത് ചെയ്യാൻ പറ്റും? ബൂത്ത് പോയിരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. സുരേഷ് ഗോപി പ്രതാപന്റെ വോട്ടാണ് പിടിക്കുക. കഴിഞ്ഞ തവണ പിന്നെ LDF സ്ഥാനാർത്ഥി രാജാജിക്ക് എന്താ ഹിന്ദു വോട്ട് കിട്ടിയിട്ടില്ലേ? അങ്ങനെ പറയുന്നതിലും കാര്യമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, രാജാജി കിട്ടിയ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. അത് നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കുറെ ആളുകൾ പേര് നോക്കി വോട്ട് ചെയ്യും. ആ വോട്ട് ഇത്തവണ LDFന് കിട്ടില്ല എന്നേ ഉള്ളൂ. സുരേഷ് ഗോപി ആണെങ്കിൽ ബേസിക്കലി അദ്ദേഹം ഹിന്ദു വോട്ടും കിട്ടും. പിന്നെ ഈ പറയുന്ന അഡീഷൻ ചെയ്യുന്ന ക്രിസ്ത്യൻ വോട്ടും കിട്ടും. പിന്നെ വരുമ്പോൾ മുസ്ലിം സ്ത്രീകളും യുവാക്കളും കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിടിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഭാഗത്തും സുരേഷ് ഗോപി വോട്ട് പിടിക്കും.